ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളും ബന്ധുക്കളും രാജീവ് ചന്ദ്രശേഖരെ കാണാൻ എത്തിയ ദൃശ്യങ്ങളാണ്. അതിൽ പാലോട് വിവരങ്ങളുമായി അറസ്റ്റിലായ കന്യാസ്ത്രീകളുമുണ്ട്. അതോടൊപ്പം തന്നെ അനൂപ് ആന്റണിയെ കാണാം. രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ എത്തുകയാണ് കന്യാസ്ത്രീകൾ. ഒപ്പം അവരുടെ ബന്ധുക്കളുമുണ്ട്. നേരത്തെ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം കന്യാസ്ത്രീകൾ നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. ഇനി അങ്ങോട്ടേക്ക് മടങ്ങിപ്പോകാൻ, ഛത്തീസ്ഗഡിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു. ഈ വിഷയത്തിൽ BJP-യിൽ നിന്നും എന്തെങ്കിലും ഉറപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിനാണോ ഈ കൂടിക്കാഴ്ച എന്ന് അറിയേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചത് പ്രകാരം എത്തിയതാണോ എന്നും അറിയേണ്ടതുണ്ട്. കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കന്യാസ്ത്രീകളും അവരുടെ ബന്ധുക്കളുമുണ്ട്. അതിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ കന്യാസ്ത്രീകളും ബന്ധുക്കളും രാജീവ് ചന്ദ്രശേഖരെ കാണാൻ എത്തുന്നു. അവരാവശ്യപ്പെട്ടത് പ്രകാരം എത്തിയതാണോ കന്യാസ്ത്രീകൾ? എന്താണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, കേൾക്കാമെങ്കിൽ അല്പസമയം മുൻപാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലേക്ക് കന്യാസ്ത്രീകൾ എത്തിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലുണ്ട്. ദില്ലിയിൽ കന്യാസ്ത്രീകൾ, 2 കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ദുർഗിൽ അറസ്റ്റിലായ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട് അറസ്റ്റിലായ 2 കന്യാസ്ത്രീകൾ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും 2 കന്യാസ്ത്രീകളാണ്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മാരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹത്തിലെ 2 സിസ്റ്റേഴ്സാണ് കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായിരുന്നത്. അവരിപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വിശദമായ ചർച്ചകളുണ്ടാകും. കേസിന്റെ തുടർ നടപടികളടക്കം ഇക്കാര്യത്തിൽ ആലോചിക്കും. ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. ഇവരുടെ ബന്ധുക്കളും ഇവർക്കൊപ്പമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് ദില്ലിയിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ BJP സംസ്ഥാന അധ്യക്ഷന്റെ വസതിയിൽ പുരോഗമിക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കേസിന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്നത് സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചകളുണ്ടാകും, തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. FIR റദ്ദാക്കണം എന്നുള്ളതാണ്. ഈ RPF എടുത്തൊരു കേസ് പിന്നീട് NIA-യിലേക്ക് പോകുന്ന ഗുരുതരമായൊരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദമുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വസതിയിൽ പുരോഗമിക്കുന്നത്. പ്രതികരിക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. അവർക്ക് പക്ഷേ പുറത്തേക്ക് ഒന്നും പ്രതികരിക്കരുത് എന്ന കർശന നിർദ്ദേശമുണ്ട്. ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ഡൽഹിയിലെ വസതിയിൽ കന്യാസ്ത്രീകൾ എത്തിയിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റിലായ കന്യാസ്ത്രീകളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരെ കാണാൻ എത്തിയിരിക്കുന്നത്. ബന്ധുക്കളും ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ കന്യാസ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്.